ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ കരുനാഗപ്പള്ളി താലൂക്ക് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. CR മഹേഷ് MLA ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ക്ഷേമനിധി ബോർഡിന്റെ കടം 2000 കോടി രൂപയായി വർദ്ധിച്ചെന്ന് CR മഹേഷ് MLA പറഞ്ഞു. 18 മാസത്തെ പെൻഷൻ കുടിശ്ശിക നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സ് ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ കരുനാഗപ്പള്ളി താലൂക്ക് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നമ്മൾ ആരെങ്കിലും സ്വപ്നത്തിൽ വിചാരിച്ചോ നമ്മൾ വിയർക്കുന്നതിന്റെ ഒരു അംശം മാസം കൊണ്ടുവന്നിട്ട പൈസ തിരികെ ചോദിക്കുമ്പോൾ കിട്ടത്തില്ല? ഇത് സർക്കാർ ദാനം തരുന്നതല്ല. ബാക്കി പെൻഷൻ എല്ലാം സർക്കാർ ദാനം കൊടുക്കുന്നതാണെന്ന് കരുതുക. ഇത് നമ്മളങ്ങോട്ട് അടച്ച പൈസയാണ് തിരിച്ച്. ഇപ്പൊ അവസ്ഥ വഞ്ചിക്കാത്ത പൈസ കിട്ടുന്നതുപോലാണ് തിരിച്ചു കിട്ടുന്നത്. 20 മാസമാകുന്നു പെൻഷൻ കിട്ടിയിട്ട്. ഈ വാർദ്ധക്യത്തിൽ മരുന്ന് വാങ്ങിക്കാനാണ്. കാരണം ആരോഗ്യമുള്ള സമയം മുഴുവനും മക്കൾക്കും ഭാര്യയ്ക്കും കുടുംബങ്ങൾക്കും വേണ്ടി പണിപ്പെട്ടിട്ട് ജീവിതത്തിന്റെ സായാഹ്നത്തിൽ മരുന്ന് വാങ്ങിക്കാനെങ്കിലും എന്തെങ്കിലും കിട്ടും. മാസം അഭിമാനത്തോടുകൂടി ജീവിക്കാം, അന്തസ്സായി ജീവിക്കാം, ഇൻസുലിൻ എടുക്കാം, മരുന്ന് വാങ്ങിക്കാം, ഒരു മുട്ട കഴിക്കാം, വല്ലപ്പോഴും ഒരു ചായ കഴിക്കാം, അല്ല ഒരു പത്രം വാങ്ങിക്കാം എന്ന് കരുതിയിട്ടാണ്, അഭിമാനത്തോടു കൂടി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്ഷേമനിധിയിൽ അംഗമായത്. പക്ഷേ ഇത് ആത്മാഭിമാനം പിച്ചച്ചട്ടയിൽ ഈ സർക്കാർ കൈയിട്ട് വാങ്ങിയിരിക്കുകയാണ് മുഴുവൻ. ഞാൻ വളരെ വൈകാരികമായി തന്നെ നിയമസഭയിൽ ഈ നിർമ്മാണ തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ചതിനെതിരായിട്ട് ഞാനൊരു തവണ പറഞ്ഞതാണ്. ഏതായാലും ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പാണ്. നമ്മൾ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ് ഈ തൊഴിലാളികളെ വഞ്ചിച്ച ഈ സർക്കാർ കേരളത്തിൽ നിന്നും ഇറങ്ങിപ്പോകാൻ. നാളത്തെ ഒരു യുഗം ഐക്യ ജനാധിപത്യമുള്ള സർക്കാർ. പ്രതിപക്ഷ നേതാവുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഒരു UDF സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ ആദ്യം ഒപ്പിടുന്നത് ഈ പാവപ്പെട്ട നിർമ്മാണ തൊഴിലാളികൾക്ക് കിട്ടാനുള്ള ആനുകൂല്യം കൊടുത്തുകൊണ്ടായിരിക്കും. ഇനി എന്ത് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പെൻഷൻ ഫോറം സംസ്ഥാന ചെയർമാൻ R. ദേവരാജൻ അധ്യക്ഷത വഹിച്ചു. ഈ 18 മാസത്തെ കുടിശ്ശിക വരാൻ യാതൊരു സാഹചര്യവും ഇല്ലായിരുന്നു. സാമ്പത്തികമായി നോക്കിയാൽ കേരളത്തിലെ ഏകദേശം 32 ക്ഷേമ പദ്ധതികൾ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ സാമ്പത്തിക ഭദ്രതയുണ്ടായിരുന്ന ഒരു ക്ഷേമനിധിയായിരുന്നു കേരളത്തിലെ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി. 2016-ൽ ശ്രീ ഉമ്മൻചാണ്ടി അധികാരം ഒഴിയുമ്പോൾ ഈ ക്ഷേമ പദ്ധതിയുടെ ആസ്തി 1600 കോടി രൂപയായിരുന്നു. KG രവി, M. അൻസാർ, ചവറ ഹരീഷ് കുമാർ, അഡ്വക്കേറ്റ് KA ജവാദ, V. മനോഹരൻ, സുന്ദരേശൻ, മാരൂർ രാജൻപിള്ള, D. വിജയൻ, KK രഞ്ജൻ, അനിൽ മേക്കാട്, സഹദേവൻ, നിസാർ, കുശലൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.